ആഖിറം സലാമത്താവണമെന്ന ആലോചനയല്ലേ? അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള പരിപാടികൾ വെക്കുന്നതും? എന്നാൽ ആഖിറം രക്ഷപ്പെട്ട് ഹബീബായ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ലോകത്തൊരു ഭവനം വേണോ? മുത്തുനബി 3 വിശേഷണങ്ങൾ പഠിപ്പിക്കുന്നു. ഈ 3 വിശേഷണങ്ങളുള്ളവർക്ക് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പറയുന്നു, അന സഈമും ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന. ഞാൻ ഉറപ്പ് നൽകുകയാണ്, ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, ഞാൻ തീർച്ചപ്പെടുത്തുകയാണ്. ബിബൈത്തിൻ ഒരു വീട്, എവിടെ? ഫീ റബളിൽ ജന്ന, സ്വർഗീയ താഴ്വാരയിൽ ഞാനൊരു വീട് ഉറപ്പ് നൽകുന്നു. ആർക്ക്? ലിമൻ തറക്കൽ മിറാ, തർക്കങ്ങളെ ഒഴിവാക്കിയ മനുഷ്യരാരാണോ, വാഗ്വാദങ്ങളെ ഒഴിവാക്കിയവനാരാണോ, അവന് സ്വർഗീയ ലോകത്തൊരു ഭവനം ഞാൻ നൽകാമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് ഹബീബായ തങ്ങൾ ചേർത്തി വെക്കുന്നു, വഇൻ കാന മുഹിഖാ, ന്യായം അവന്റെ അടുത്ത്, അവന്റെ ഭാഗത്താണ്, സത്യം അവന്റെ ഭാഗത്താണ്. പക്ഷേ വാഗ്വാദങ്ങൾക്കില്ലാതെ, തർക്കവിതങ്ങൾക്കില്ലാതെ ആ തർക്കങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചോ, അവന് സ്വർഗീയ ലോകത്തൊരു വീട് നൽകാമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഈ ഹദീസ് പറഞ്ഞു വന്നതിന്റെ താല്പര്യോ, സ്വർഗമാശിക്കാത്തവർ ഒരാളുമില്ലല്ലോ. സാധുവായി ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ പരിപാടിയിൽ പ്രസംഗം ആരംഭിക്കുന്ന ഘട്ടത്തിൽ വെറുതെ സദസ്സിനോട് ഒരു ചോദ്യം ചോദിച്ചതാണ്. ആർക്കെങ്കിലും സ്വർഗമാഗ്രഹമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുമോ എന്ന് ചോദിച്ചപ്പോ എല്ലാ ആളുകളും കൈവെക്കുന്ന കൂട്ടത്തിൽ സദസ്സിന്റെ മുൻനിരയിൽ ഇരിക്കുന്ന ഒരു വാപ്പ കൈവെക്കുന്നതിനോടൊപ്പം ഉച്ചത്തിൽ സ്റ്റേജിലേക്ക് ഒരു ചോദ്യമാണ്. അതെന്ത് ചോദിക്കാനാണ് ഉസ്താദേ? സ്വർഗമാശിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? സ്വർഗം കൊതിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? അത് കൈപൊക്കി ആശങ്ക തീർക്കേണ്ട വിഷയമല്ലല്ലോ. എല്ലാവരും ആശിക്കുന്ന ഭവനം സ്വർഗമല്ലേ? ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. രണ്ടാമത് ഞാൻ ആ സദസ്സിനോടൊരു ചോദ്യം ചോദിച്ചു, വാപ്പാ, ഈമാനുള്ള കൂട്ടുകാരെ, സ്വർഗം ആഗ്രഹിക്കുന്നവരോട് കൈവക്കാൻ പറഞ്ഞപ്പോ എല്ലാവരും ആവേശത്തിൽ കൈവക്കിയില്ലേ? എന്നാൽ ഈ കൂട്ടത്തിൽ മരണം ആഗ്രഹിക്കുന്നവർ, മരിക്കാൻ ഒരുക്കമുള്ളവരുണ്ടെങ്കിൽ കൈവക്കുമോ എന്ന് ചോദിച്ചപ്പോ സ്വർഗമാശയുണ്ട് എന്നതിൻ്റെ പേരിൽ കൈവക്കിയ ആളുകൾ അവരുടെ കൈ പൊങ്ങുന്നില്ല. കൈപൊങ്ങുന്നില്ല, ബേജാറിലാണ്, ആശങ്കയിലാണ്. മരിക്കാനൊരുക്കമാണോ, മരണത്തെ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോ കൈപൊക്കാനൊരു ബേജാറ്. സ്വർഗമാഗ്രഹമുണ്ട്, ആനപ്പുറത്ത് കയറണോ, അങ്ങാടിയിലൂടെ ആവണോ, ആരും കാണരുത് എന്ന നയോ. ഞാൻ ഈ സംഭവം പറഞ്ഞത് സ്വർഗമാഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ, അതിനു വേണ്ട ഒരുക്കങ്ങളും നടത്തേണ്ടവരല്ലേ നമ്മൾ. ഒരുക്കം നടത്തി പൂർത്തിയായവർക്ക് മരണം ഒരു ഹരമാണ്, മരണം അവർക്ക് കൺകുളിർമയാണ്. ചോദിച്ചില്ലേ അബൂദറുൽ ഗിഫാരി തങ്ങളോട്, മാദാ തുഹിബ്ബു മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് അബൂദർറേ? ഹബീബായ തങ്ങളോട് അബൂദർ തങ്ങളുടെ മറുപടി, നബിയേ, ഉഹിബ്ബുൽ മൗതാ, മരണത്തെയാണ് ഞാൻ ആദ്യം ഇഷ്ടപ്പെടുന്നത്. ലിമാദായ അബൂദർ, എന്തേ അബൂദർറേ മരണം കൊതിക്കാനുള്ള കാരണോ? ഉടനെ തന്നെ മറുപടി, നബിയേ, രാജാതിരാജനായ റബ്ബിനെ ഒന്ന് കാണണമെങ്കിൽ, ഉടമയായ റബ്ബിനെ കാണണമെങ്കിൽ മരണം ഭരിച്ചാലല്ലേ രാജാതിരാജനായ റബ്ബിനെ കാണൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബിന്റെ ലിഖാ ലഭിക്കാൻ, രാജാതിരാജനായ റബ്ബിനെ ഒന്ന് കാണാൻ
മരണത്തെ ഞാൻ കൊതിക്കുന്നു നബിയേ. കണ്ടോ നിങ്ങൾ, മരണം കൊതിച്ച എത്ര ഇമാമിങ്ങളുണ്ട്. കാരണം എന്തേ? ഒരുക്കങ്ങൾ പൂർണ്ണമാണ്, അവർക്കുറപ്പാണ്, പേടിയില്ല, ബേജാറില്ല. രാജാതിരാജനായ റബ്ബിന്റെ ഇഷ്ടോ, അള്ളാഹുവിന്റെ സാമീപ്യോ, അതിനു വേണ്ട പണികളെല്ലാം എടുത്തു വെച്ചത് കൊണ്ട് തന്നെ മരണം അവരുടെ മുന്നിൽ ഭീതിയില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആഖിറത്തിൽ വരുമ്പോൾ ആളുകൾ രണ്ട് തരത്തിലാണ്. ഒരു തരം ആളുകൾ ശരീരത്തെ പരിപാലിച്ചവരാണവർ. രണ്ടാമത്തെ കൂട്ടരോ ശരീരത്തിനല്ല അവര് പരിഗണന നൽകിയത്, ആത്മാവിനാണ് പരിഗണന നൽകിയത്. ആത്മാവിനെ പരിഗണിച്ചവർ യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടതും ആത്മാവിനെ തന്നെയാണ്. നിലവിൽ നമ്മൾ എല്ലാ വിഷയങ്ങളിലും പരിഗണിക്കുന്നത് ആത്മാവിനെ തന്നെയാണ്. പക്ഷേ യഥാർത്ഥ വിധത്തിൽ ആത്മാവിനെ പോറ്റാനും ആത്മാവിനെ സംരക്ഷിക്കാനും നമ്മൾ ഒരുങ്ങുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ശരീരത്തിനല്ല നമ്മൾ ആരും പ്രത്യക്ഷത്തിൽ യഥാർത്ഥത്തിൽ പരിഗണന നൽകുന്നത്. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പഴയ സാധനങ്ങൾ പെറുക്കാൻ വേണ്ടി വരുന്ന ഒരാക്രി കച്ചവടക്കാരൻ, അവൻ പൊട്ടിയ ഗ്ലാസ് എടുക്കും, തുരുമ്പ് പിടിച്ച ആ പാത്രങ്ങൾ എടുക്കും, ഇതൊക്കെ അവന് കൊണ്ടുപോകും, അതിന് ക്യാഷും തരും. എന്നാൽ അവനോട് പറയണം, ഇവിടെ ഒരു മനുഷ്യൻ മരിച്ചെടുക്കുന്ന ഒരു ഡെഡ് ബോഡി ഉണ്ട്, വേണമെന്ന് ചോദിച്ചാൽ ഒരാക്രി കച്ചവടക്കാരൻ എടുക്കൂല, ഒരാൾ എടുക്കൂല. കാരണം ആത്മാവില്ലാത്ത ശരീരം അതിനൊരു വിലയുമില്ല എന്ന് ആക്രി കച്ചവടക്കാരനും അറിയാം. ശരീരത്തിൽ ആത്മാവുണ്ടെങ്കിലേ അതിന് മൂല്യമുള്ളൂ. ആത്മാവില്ലാത്ത ശരീരമാണോ ജീവനു തുല്യം? അല്ല, ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ പോലോ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഭാര്യ ശരീരത്തിന് കാവലിരിക്കൂല, കൊണ്ടുപോയി മറവ് ചെയ്യണ്ട എന്ന് പറയൂല. ഇനി പരിധി വിട്ട് കരയാണ്. പരിധി വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ ചെവിയിൽ പോയിട്ടൊന്ന് മന്ത്രിച്ചു നോക്ക്. നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഭർത്താവിന്റെ വിയോഗം നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്തോ മോളെ, നമുക്ക് മറവ് ചെയ്യണ്ട, തൽക്കാലം ഒരാഴ്ച നീ വെച്ചേക്ക്, എന്നിട്ട് സങ്കടം തീർന്നിട്ട് മറവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ കരച്ചിൽ സ്റ്റോപ്പ് ചെയ്യൂ. കാരണം എന്തേ? റൂഹില്ലാത്ത ശരീരത്തിന് വിലയില്ല. ആഖിറത്തിൽ വരുമ്പോൾ ആളുകൾ രണ്ട് വിധത്തിലാണ്. ആത്മാവിനെ പരിഗണിച്ചവരോ, ആത്മാവിനെ സംരക്ഷിച്ചവരോ, ശരീരത്തിന് പരിഗണന നൽകിയവരോ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആത്മാവിനെ പരിഗണിച്ചവരാരുണ്ടോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവരെ സ്മരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അവരെ ആദരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ശരീരത്തിനെ പരിഗണിച്ചവരല്ലോ മാലോകരോക്കുന്നത്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാന്മാർ ഇപ്പോഴും മുഅ്മിനീങ്ങൾ അവരെ കുറിച്ച് ഓർക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവരെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തേ അവര് ജീവിതത്തിൽ ചെയ്തത്? ശരീരത്തെ പരിഗണിക്കുന്നതിനേക്കാൾ ആത്മാവിനെ പരിഗണിച്ചു എന്നുള്ളതാണ്. ആത്മാവിനെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന എന്നുള്ളത് ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്നതിനേക്കാൾ, ദിക്റുകൾ ധാരാളം ചൊല്ലുന്നതിനേക്കാൾ, സുഹൃതങ്ങൾ ധാരാളം ചെയ്യുന്നതിനേക്കാൾ അരുതായ്മകളിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക എന്നതാണ്. വേണ്ട എന്ന് പറഞ്ഞ മേഖലയുണ്ടെങ്കിൽ ലികുല്ലി മലികിൻ ഹിമൻ വഹിമല്ലാഹി മഹാരിമുഹു, ഓരോ രാജാവിനും ഒരു പേഴ്സണൽ മേഖലയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പേഴ്സണൽ മേഖലയെന്നുള്ളത് അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. അതിനേക്കാൾ വലിയ ആരാധനയില്ല, അതിനേക്കാൾ വലിയ സുഹൃതമില്ല. നിങ്ങൾ നോക്ക്, ഇതുപോലത്തെ സുന്ദരമായൊരു മജ്ലിസ്, ആ മജ്ലിസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബായ തങ്ങൾ
ഇടയ്ക്ക് വെച്ച് ആ സംസാരം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് സദസ്സിലേക്കൊരു ചോദ്യം എറിയുകയാണ്. സദസ്സിലേക്കൊരു ചോദ്യം എറിഞ്ഞതിന് ശേഷം അതിന്റെ മറുപടി മേടിച്ചു. മറുപടി മേടിച്ചതിന് ശേഷവും മുത്തുനബി വിഷയം പറയുന്നില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്നതിനിടയിൽ എൻ്റെ മുന്നിലിരിക്കുന്ന വാപ്പയോട് പറയുകയാണ്, വാപ്പ, പരിപാടി കഴിഞ്ഞ് പോകുമ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് പേഴ്സണലായിട്ട് കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു വിഷയം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പരിപാടി നടക്കുന്നതിനിടയിൽ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എന്താണാവോ എന്നോട് പറയാനുള്ളത്, എന്താണാവോ കാണണം എന്ന് പറഞ്ഞത്. പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്തേ കാണണോന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ ആളുകളുണ്ട്, ഇപ്പം കാണണ്ട, ആളുകളൊന്നും പോവട്ടെ, എന്നിട്ട് സ്വകാര്യമായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും പടച്ചോനെ എന്താണാവോ സ്വകാര്യമായിട്ട് എന്നോട് പറയാനുള്ളത്, എന്തോ വിഷയമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എങ്കിൽ നമ്മൾ അങ്ങനെ ആമുഖം പറയാറില്ലേ? നമ്മൾ പറയൂലേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒരു വിഷയം പറയാനുണ്ട്, ഇപ്പം പറഞ്ഞോ, അല്ലെ ഇപ്പം പറഞ്ഞാൽ ശരിയാവൂല എന്ന് പറഞ്ഞാൽ ആരോടാണോ പറഞ്ഞതാ പറഞ്ഞ വ്യക്തി നമ്മ വിളിക്കും, എന്തേ കാണണോ എന്ന് പറഞ്ഞത്, കാണണോ എന്ന് പറഞ്ഞ വിഷയം പറയുമോ? നേരിട്ട് കണ്ട് പറയാം. പ്രധാനപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ശൈലി അങ്ങനെയാണല്ലോ, അതൊരു മനഃശാസ്ത്ര സമീപനമാണല്ലോ. ഹബീബായ തങ്ങൾ സദസ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സംസാരം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സദസ്സിലേക്കൊരു ചോദ്യം അറിയുകയാണ്. ഓ എന്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരെ, ഞാൻ ഇവിടെ വെച്ചൊരു കാര്യം പറയാൻ പോകുന്നു, ആരാണ് ആ കാര്യം എന്നിൽ നിന്ന് ഏറ്റെടുക്കുക? സുബ്ഹാനല്ലാഹ്, ചോദിക്കുന്നത് അഷ്റഫുൽ ഖൽഖല്ലേ, ലോക നേതാവല്ലേ. സദസ്സിൽ നിന്ന് ഒരാളും മറുപടി പറയുന്നില്ല. കാരണം ഏറ്റെടുത്താൽ അത് കൃത്യമായി നിർവഹിക്കണം, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. വാക്ക് പറയുന്നത് മുത്തുനബിയോടാണ്. നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ബേജാറുകൊണ്ട് സദസ്സിൽ നിന്നൊരാളും മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എണീറ്റ്, ഹാ അന യാ റസൂലല്ലാഹ്, ഞാൻ റെഡിയാണ് നബിയേ, ഞാൻ റെഡിയാണ്. ഹബീബായ തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞപ്പോ എന്നാ വിഷയം പറയട്ടെ എന്ന് പറഞ്ഞില്ല. തആൽ യാ അബാഹിർ, അബൂ ഹുറൈറ ഒന്നടുത്തേക്ക് വരൂ, ഒന്നടുത്തേക്ക് വരൂ അബൂ ഹുറൈറ. സ്വഹാബത്ത് എല്ലാവരും ഇത് കാണുന്നുണ്ട്. എന്നിട്ടും അടുത്തേക്ക് വിളിച്ചിട്ടും മുത്തുനബി കാര്യം പറയുന്നില്ല. ഫഅദ്ദ ഖംസാ, അക്കമിട്ടെണ്ണുകയാണ് മുത്തുനബി. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 എന്ന് അക്കമിട്ടെണ്ണിയിട്ട് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് വിഷയം പറയുകയാണ്. ഏതാണ് വിഷയം മോനെ അബൂ ഹുറൈറ? ഏറ്റവും വലിയ ഇബാദത്തുകാരനാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്, ഹറാമുകളെ സൂക്ഷിക്കണം മോനെ, എങ്കിൽ നീ ഏറ്റവും നല്ല ഇബാദത്തുകാരനാണെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് നാം പഠിക്കേണ്ട പാഠം. മുത്തഖി എന്നാൽ, തഖ്വ എന്നാൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള ഇടത്ത് മാത്രം കാണലാണ്. റബ്ബിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളാണോ അവിടെ നമ്മ കാണാതിരിക്കലാണ്. റബ്ബിന് പൊരുത്തപ്പെട്ട ഇടങ്ങളിൽ മാത്രം നമ്മ കാണാൻ കഴിയുക, അല്ലാത്ത ഇടങ്ങളിൽ നമ്മ കാണാതിരിക്കുക എന്നതാണ് ഒറ്റ വാക്കിൽ തഖ്വ എന്നാൽ. ണോ നിങ്ങൾ അങ്ങനെ റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു മേഖലയിൽ എത്താതെ നോക്കുക എന്നുള്ളത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതിനേക്കാൾ വലിയ ത്യാഗമില്ല. പാതിരാ സമയം വാളിന്റെ മജ്ലിസിൽ വന്നു, വാളെല്ലാം കേട്ടു. പള്ളിയിൽ എല്ലാ വക്തിനും ജമാഅത്തിന് പോകുന്ന ചെറുപ്പക്കാരനാണ്, എല്ലാ വിഷയങ്ങളിലും സജീവമാണ്, നല്ലത് തന്നെ, സംശയമില്ല. പക്ഷേ ഒറ്റയ്ക്കിരുന്നപ്പോൾ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒന്നെടുത്തു, സ്ക്രീൻ ഒന്ന് ഓൺ ചെയ്തു. കാണുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്, കേൾക്കുന്നത്
കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തതാണ്, ആരും കാണുന്നില്ല. ചെറിയൊരു പൈതൽ മുന്നിലേക്ക് വന്നാൽ മൊബൈലിന്റെ സ്ക്രീൻ അങ്ങ് ഓഫാക്കിയേക്കൂ. കാരണം കാണുന്ന വ്യക്തിക്കറിയാം ഈ കുഞ്ഞുമോന്റെ മുന്നിൽ വെച്ച് കാണാൻ പറ്റുന്നതല്ല, ഈ കൊച്ചു പൈതലിന്റെ മുന്നിൽ വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റിയതല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളോട് ഉണർത്തട്ടെ, ഈമാനുള്ള കൂട്ടുകാരാ, നീ 10 പേജ് ഖുർആൻ ഓതുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളില്ലേ അതിനുവേണ്ടി മണിക്കൂറുകൾ നീ ചെലവഴിക്കുന്നതിനേക്കാൾ, ഒരു ഹറാം മുന്നിൽ വരുമ്പോൾ, ഹറാമിനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ കണ്ണടച്ചാൽ, അതിൽ നിന്നൊന്നകന്നു നിന്നാൽ അതാണ് ഏറ്റവും വലിയ ഇബാദത്തെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള പെങ്ങളെ, സുബ്ഹിക്കെണീറ്റു, നിസ്കരിച്ചു, ഖുർആൻ ഓതി, നല്ലത് തന്നെ, തൗഫീഖുള്ളവർക്ക് കഴിയുന്നതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ ഫോൺ എടുത്തിട്ട് കലാലയത്തിൽ കൂടെ പഠിക്കുന്ന നിന്റെ ബോയ് ഫ്രണ്ടിനൊരു ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയക്കുമ്പോൾ ഇത് ശരിയോ തെറ്റോ എന്നൊരു ചിന്ത വന്ന് അവിടെ നിനക്കൊന്ന് അകലം പാലിക്കാൻ കഴിഞ്ഞാൽ, ആ ഒരു സെക്കൻഡ് നീ കാണിക്കുന്ന ത്യാഗമില്ലേ, നീ നിന്നെ പിടിച്ചു കെട്ടിയില്ലേ, അതാണ് ഏറ്റവും വലിയ ഇബാദത്തെന്ന് സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി. കൂട്ടുകാർ ഒരുമിച്ച് കൂടി കുശലം പറയുന്നതിനിടയിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കയ്യിലെന്തോ എടുത്തു, പാക്കറ്റ് പൊട്ടിച്ചു, കയ്യിലിട്ടൊന്ന് ചുരുട്ടിയിട്ടൊന്നിങ്ങനെ ചുണ്ടിനടിയിൽ വെക്കുമ്പോൾ അവൻ പറഞ്ഞു കൂടെയുള്ളവരോട്, നല്ല ഹരമാണടാ, ഇതൊന്ന് വെച്ച് നോക്കിയാൽ നല്ല രസമാണടാ, ഇതൊന്ന് വലിച്ചു നോക്കിയാൽ വല്ലാത്തൊരു ലഹരിയാണടാ, അനുഭവിച്ചറിയേണ്ടതാണെന്ന് പറഞ്ഞപ്പോ കൂടെയുള്ളവർ എല്ലാവരും ഒപ്പം ചേർന്നു. കൂട്ടത്തിൽ പെട്ട ഒരാള് പറഞ്ഞു, രസം തന്നെ, സംശയമില്ല, പക്ഷേ മുത്തുനബി വിലക്കിയ ഒരു രസം എനിക്ക് വേണ്ട. ഒപ്പമുള്ളവര് പറഞ്ഞു, നീ വലിയൊരു സൂഫിത്തരം കാണിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചെങ്കിലോ തന്റെ ഉദ്യമത്തിൽ നിന്ന് അവൻ പിന്നോട്ടടിച്ചിട്ടില്ല എങ്കിൽ അഷ്റഫുൽ ഖൽഖ് പറയാണ്, കൽഖാബിലി അലൽ ജംറാ, കത്തിയെരിയുന്ന തീക്കനൽ കയ്യിൽ മുറുക്കി പിടിക്കുന്നവന് പോലെ 100 ഷഹീദിന്റെ പദവി മോനെ നിനക്ക് ലഭിക്കുകയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തർക്ക വിതർക്കങ്ങളുടെ ലോകമാണ്. ഒരു മനുഷ്യന് സ്വർഗം നഷ്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നാവാണ്. ചോദിച്ചില്ലേ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി മിനന്നാർ. നബിയെ, എനിക്കൊരു കർമ്മം പറഞ്ഞു തരണോ? ആ കർമ്മം കൃത്യമായി ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരിൽ എനിക്ക് സ്വർഗം കിട്ടുമോ, നരകത്തിൽ നിന്ന് ഞാൻ അകന്നു പോകൂ? അല്ലാഹുവിന്റെ റസൂല് തിരികെ പറഞ്ഞു, മോനെ മുആദ്, ലഖദ് സഅൽതൻ അംരിൻ അളീം, ഇത് വല്ലാത്ത ചോദ്യം തന്നെ, എന്തൊരർത്ഥവത്തായ ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞതിന് ശേഷം ഹബീബായ തങ്ങളെ പറയുന്നു, നിസ്കരിക്കണോ, നോമ്പെടുക്കണോ, സക്കാത്ത് കൊടുക്കണോ, ഹജ്ജ് ചെയ്യണോ, കഴിവുണ്ടെങ്കിൽ ഷഹാദത്ത് കലിമ, ഇസ്ലാമിന്റെ 5 കർമ്മങ്ങളും പഠിപ്പിച്ചതിന് ശേഷം തിരിച്ചു മുആദ് എന്നവരോട് അങ്ങോട്ടൊരു ചോദ്യമാണ്, അലാ അദുല്ലുക ബിമിലാക്കി ദാലിക കുല്ലിഹി, ഓ മുആദ്, നീ നിസ്കരിച്ചതോ, നീ നോമ്പെടുത്തതോ, കഴിവുണ്ടെങ്കിൽ നീ സക്കാത്ത് കൊടുത്തതോ, കഴിവുണ്ടെങ്കിൽ നീ ഹജ്ജ് ചെയ്തതോ, ഇങ്ങനെ നീ ചെയ്ത സുഹൃതങ്ങളില്ലേ, ആ സുഹൃതങ്ങളെല്ലാം റബ്ബിന്റെ മുന്നിൽ വരുമ്പോൾ നന്മയുടെ ഏട്ടിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു വിഷയം ഞാൻ നിന്നോട് പറയട്ടെയോ മുആദ്? ബലായ റസൂലല്ലാഹ്, തങ്ങൾ പറയണം നബിയേ എന്ന് പറയേണ്ട താമസോ? ഫഅഖദ ബിലിസാനിഹി,
ഹബീബായ തങ്ങൾ നാവൊന്ന് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, കുഫ്ഫാലൈക ഹാദാ യാ മുആദ്, മോനെ ഈ അവയവമൊന്ന് നിയന്ത്രിക്കണേ. ഉടനെ തന്നെ ചോദിക്കുകയാണ് മുആദ് എന്നവർ, കേവലം എല്ലില്ലാത്ത ഈ ഒരു അവയവത്തിന്റെ പേരിൽ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കപ്പെടുമെന്നാണോ തങ്ങൾ പറയുന്നത്? ഈ ഒരു നാവിന്റെ പേരിൽ റബ്ബിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നാണോ തങ്ങൾ പറയുന്നത്? ഉടനെ തന്നെ മുത്തുനബിയുടെ മറുപടി, മോനെ മുആദേ, നിനക്കെന്തറിയാം? അവലായ കുബ്ബുന്നാസ അന്നാറ ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ആളുകളെ മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്ത തെറ്റുകളല്ലാതെ മറ്റെന്താണ് മോനെ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഒന്നുകൂടെ വിഷയത്തിലേക്ക് വരുന്നു. നാവുകൊണ്ട് എന്ത് പറയുന്നു, ഏത് വിഷയങ്ങൾക്ക് തുടക്കമിടുന്നു എന്നത് ആലോചിച്ച് ചെയ്യണേ ഉമ്മ, ആലോചിച്ച് പറയണേ കൂട്ടുകാരാ. കാണുന്നതിനും കേൾക്കുന്നതിനും കൂടുന്നതിനും അവിടെ അഭിപ്രായം പറഞ്ഞ് നമ്മുടെ നാവുകളെ വഷളാക്കി കളയരുതേ, ചെയ്ത കർമ്മങ്ങളെ നിഷ്ഫലമാക്കരുതേ. ഇതൊന്ന് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ചിലയിടങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ ന്യായം നിന്റെ കൂടെയാണെങ്കിലും നിന്റെ നാവിനെ ഒന്ന് പിടിച്ചടക്കാൻ, ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ സ്വർഗമുണ്ടെന്ന് വാക്ക് പറഞ്ഞത് സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി. ഹബീബായ തങ്ങൾ വീണ്ടും പറയുന്നു, സ്വർഗീയ ലോകത്തെ മധ്യഭാഗത്ത് ഞാനൊരു വീട് ഉറപ്പ് നൽകാം. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹാ, കളവ് പറയലിനെ ഒഴിവാക്കിയവൻ, അത് തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, ഒരു കുസൃതിയായിട്ടാണെങ്കിലും ശരി, തമാശക്ക് പോലും കളവ് പറയുന്ന ശൈലിയില്ലെങ്കിൽ മുത്തുനബി പറയുന്നു, സ്വർഗീയ ലോകത്ത് മോനെ നിനക്കൊരു വീട് ഞാൻ ഉറപ്പ് നൽകാം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സാധാരണ കളവ് പറയുക എന്നുള്ളതൊരു വിഷയമേ അല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. വെറുതെ ഒന്ന് ഫോൺ ചെയ്ത്, കൂട്ടുകാരൻ എവിടെ എത്തി? ഉള്ളത് അരീക്കോടാണ്. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ തൊട്ട് മുമ്പിലുണ്ട്. ഇത് പറയുമ്പോ പരിസരത്തുള്ളവരെല്ലാം കേൾക്കുന്നുണ്ട്. കേൾക്കലൊരു വിഷയമേ അല്ല. ബസ്സിലുള്ളപ്പോഴാണ് വിളിച്ചത്, മോനെ എവിടെ എത്തി? മുക്കത്ത് നിന്നാണ് ഫോൺ എടുക്കുന്നത്. മറുപടി പറഞ്ഞു, ഞാൻ അരീക്കോടെത്തി. കൂടെയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്. ഈ പറയുന്നത് പച്ചക്കളവാണ് എന്ന് പറയുന്നവനും അറിയാം, കേൾക്കുന്നവനും അറിയാം. പക്ഷേ മറുഭാഗത്ത് വിളിക്കുന്നവൻ അറിയൂല. പറയുന്നത് നിസാരമാണ് നമ്മുടെ കാഴ്ചയിൽ. മുത്തുനബി പറയുന്നു, ഈമാനിന്റെ അംശം ഉള്ളിലുള്ള മനുഷ്യൻ ഒരിക്കലും കളവ് പറയൂല. അത് കുട്ടികളെ സ്കൂളിൽ പോകാത്തപ്പോഴോ മദ്രസയിൽ പോകാത്തപ്പോഴോ ഒരു വിഷയത്തിന് എത്തിപ്പെടാൻ പറ്റാത്തപ്പോഴോ കളവ് പറയുന്ന ശൈലി ഉണ്ടാവരുത്. സത്യം പറഞ്ഞ് ശീലിക്കണോ. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുറ, കൈപ്പാണെങ്കിലും സത്യം പറയണമെന്ന് സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി. അങ്ങനെ സത്യം പറഞ്ഞ് ശീലിക്കുന്ന മനുഷ്യന് മുത്തുനബി പറയുന്നു, സ്വർഗീയ ലോകത്തിന്റെ മധ്യഭാഗത്ത് അവന് ഞാനൊരു വീട് ഉറപ്പ് നൽകാം. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വബിബൈത്തിൻ ഫീ അഹ്ലൽ ജന്ന. സ്വർഗീയ ലോകത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ടോ? മുത്തുനബി പറയുകയാണ്, വീട് ഞാൻ ഉറപ്പ് നൽകാം. ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വഭാവം നല്ലവനാണോ, സൽസ്വഭാവിയാണോ, സ്വർഗീയ ലോകത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഞാൻ അവരൊരു വീട് ഉറപ്പ് നൽകാം.
ചോദിച്ചില്ലേ മുത്തുനബിയോട്, എന്താണ് നബിയെ സൽസ്വഭാവം എന്നുള്ളത്? സൽസ്വഭാവം എന്നാൽ എന്താണ്? തുഅ്തീമൻ ഹറമക, നിനക്ക് തടഞ്ഞു വെച്ചവന് നിനക്ക് നൽകാൻ കഴിയലാണ്. നീ ചോദിച്ചപ്പോൾ നിനക്ക് തന്നിട്ടില്ല, പക്ഷേ നിനക്ക് തന്നില്ല എന്നതിന്റെ പേരിൽ നീ അവനെ തടഞ്ഞു വെച്ചില്ല. നിനക്ക് തടഞ്ഞു വെച്ചവനാണ്, എന്നിട്ടും നീ അവനെ തടഞ്ഞു വെക്കാതെ നൽകുന്ന ശൈലി ഉണ്ടെങ്കിൽ കൂട്ടുകാരാ, അത് സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. ഹബീബായ തങ്ങൾ നിർത്തിയില്ല. വതസിലു മൻ ഖതഅക, ബന്ധം മുറിച്ചവനാരാണോ അവനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ നീ സൽസ്വഭാവിയാണേ. വതഅഫു അമ്മൻ ളലമക, നിന്നോട് അക്രമം കാണിച്ചവനോട് നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിഞ്ഞാൽ നീ സൽസ്വഭാവിയാണേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തുഅ്തീമൻ ഹറമക എന്ന വിഷയം പറഞ്ഞപ്പോൾ സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് ഉമ്മമാരോട്, സഹോദരിമാരോട്. നമ്മുടെ പരിസരത്തുള്ള വീട്ടുകാര് വന്ന് നമ്മുടെ വീട്ടിൽ വന്നൊന്ന് ചോദിക്കുകയാണ്, കത്തിയൊന്ന് വരുമോ, 2 കഷ്ണം വിറക് വെട്ടാനുണ്ട്. നമ്മുടെ വീട്ടിൽ കത്തിയുണ്ട്, നമുക്കറിയാം. പക്ഷേ കത്തി ചോദിച്ചു വന്ന വ്യക്തി, ആ വ്യക്തിയോട് മറുപടി പറഞ്ഞത്, കത്തി ഇവിടെ ഇല്ലല്ലോ, ആരോ അന്ന് കൊണ്ടുപോയതാണ്, പിന്നെ തിരികെ കൊണ്ടുവന്നിട്ടില്ല. സാധാരണ ഉമ്മമാർ, ഇവിടുത്തെ ഉമ്മമാരെങ്ങനെ പറയലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പെങ്ങളെ, വീട്ടുപകരണങ്ങളെ തടഞ്ഞു വെക്കുക എന്നുള്ളത് നമ്മുടെ കണ്ണിൽ നിസാരമാണ് അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവർക്കാണ് നരകാവകാശികൾ വരെ കാവലിന് തേടുന്ന വൈലെന്ന് പറയുന്ന ചെരുവുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ശൈലിയാണ്. ചിലപ്പോഴൊക്കെ കുട്ടികളത് കേൾക്കുകയാണെങ്കിൽ പറയുമ്പോ, കത്തി കട്ടിൽ ചുവട്ടിൽ ഉണ്ടല്ലോ വലിയൊരു എന്ന് പറയും. ഓം വലിയൊരു, സത്യത്തിൽ എന്താ കൊടുക്കാത്തത്? അതിന്റെ വായി നഷ്ടപ്പെടുന്നുണ്ടോ കൊടുക്കാതിരിക്കുന്നു? നമുക്കൊരു വായിക്കും, പക്ഷേ നഷ്ടപ്പെടുത്തുന്നത് സ്വർഗ്ഗമാണ്. ഒരിക്കലും അത് ചെയ്യരുത്. അയൽവാസികൾ വന്ന് ഉപ്പും വെള്ളവും, വഴിയും വെള്ളവും വെളിച്ചവും ചോദിച്ചാൽ തടയാൻ പാടില്ല എന്നാ പറയുന്നത്. വഴിയും വെള്ളവും വെളിച്ചവും ചോദിച്ചാൽ തടയാൻ പാടില്ല. തടഞ്ഞാൽ അല്ലാഹു തടഞ്ഞു വെക്കും. എന്ത്? രാജാതിരാജനായ റബ്ബിന്റെ സ്വർഗ്ഗം അല്ലാഹു തടഞ്ഞു വെക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ പഠിപ്പിക്കാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സാന്ദർഭികമായി ഞാൻ അതിനോട് ഒരു ഹദീസ് കൂടെ ചേർത്തി വെക്കുകയാണ്. ഒരു സൂചി കൊണ്ട് സ്വർഗം മേടിച്ച ഒരു സ്വഹാബിയെ കാണാം. കേവലം 1 രൂപ കൊടുത്താൽ ഒരു സൂചി ലഭിക്കുമല്ലേ? നിസാരമായൊരു നാണയത്തൊട്ടുകൊണ്ട് ലഭിക്കുന്നൊരു സൂചി. ആ സൂചി മേടിച്ചതിന് ശേഷം തന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ പിന്നീട് ആളുകൾ കൂടി നിൽക്കുന്ന മജ്‌ലിസിൽ വെച്ച് ഈ സ്വഹാബി പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും സൂചി വേണോ? അത് പോയി മേടിക്കേണ്ടതില്ല, എന്റെ കയ്യിലുണ്ട്, ഞാനത് നിങ്ങൾക്ക് വായ്പ തന്നേക്കാം. ആളുകൾ സത്യം എന്നിട്ട് പറയും, സൂചി ആവശ്യമുള്ള ഒരു സൂചി കാശ് കൊടുത്ത് മേടിക്കണ്ട, എന്റെ കയ്യിൽ സൂചി ഉണ്ട്, അത് ഞാൻ വായ്പ തരാട്ടോ. ആ ഒരു സൂചിയുടെ പേരിൽ സ്വർഗ്ഗം നേടിയ സ്വഹാബിയെ പറ്റി ഹദീസിൽ കാണാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നു, നമുക്ക് തടഞ്ഞവനാണ് എങ്കിലോ അവന് കൊടുക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് സൽസ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. രണ്ടാമത്തത് വതസിലു മൻ ഖതഅക, ബന്ധം വിച്ഛേദിച്ചവനാണോ അവനെ ചേർത്ത് പിടിക്കാൻ കഴിയണേ.
ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഹറമീനിലേക്ക് നീങ്ങുന്ന സമയമാണല്ലോ ഇത്. ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നല്ലേ മുത്തനബി പറഞ്ഞത്. ആ ഹജ്ജിന്റെ ഏറ്റവും കാതലായ വശം അറഫയല്ലേ. അറഫയിൽ ഒരാൾക്ക് സംഗമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജില്ല എന്നതാണല്ലോ. അതുകൊണ്ടല്ലേ ജീവന്റെ തുടിപ്പുള്ള വ്യക്തി വെന്റിലേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ പോലും സൗദി ഭരണകൂടം ആംബുലൻസിൽ വെന്റിലേറ്റർ സഹായത്തിൽ അതുമല്ലെങ്കിൽ എലിപ്പാടിലെങ്കിലും അയാൾ അറഫയിലെത്തിക്കും. കാരണം എന്തേ? അറഫയിലെത്തിയില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. അറഫയിൽ സംഗമിച്ചില്ല എങ്കിൽ അയാൾക്ക് ഹജ്ജില്ല എന്നാണല്ലോ. ഹജ്ജിന്റെ വേളയിൽ അറഫ ദിവസം അറഫയിൽ എത്തിയ വ്യക്തി ഹബീബായ തങ്ങളെ പറഞ്ഞത്, അങ്ങനെ അറഫയിൽ ഒരു വ്യക്തി ദുആ ചെയ്തിട്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് ചിന്തിച്ചാൽ ആ ചിന്ത വരെ വലിയ വൻപാപമാണ്. അത്ര കണ്ട് ഇജാബത്തുറപ്പുള്ള സമയമാണ് അറഫ മൈതാനി, അറഫ ദിവസം. എന്നാൽ മുത്തനബി പറയുന്നു, ഈ നേതൃത്വം നൽകുന്ന അമീർ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അമീർ. അമീറായ തങ്ങൾ അറഫ മൈതാനിയിൽ വെച്ച് സ്വഹാബത്തിനോട് പറയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയവർ, തെറ്റി നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറഫ വിട്ടു പോവണേ. റബ്ബിന്റെ ഇജാബത്ത് തടയപ്പെടുമേ. ആരാ ദ്വേർക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ തങ്ങളുപ്പാപ്പയാ ദ്വേർക്കുന്നത്. ഏതാ സമയോ ഹജ്ജിന്റെ വേളയാണ്. ഏതാ സമയോ അറഫ മൈതാനിയിൽ ഹജ്ജിന്റെ വേളയിൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ദുആഇന് നേതൃത്വം നൽകുമ്പോ അവിടുന്ന് പറയുകയാണ്, കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവിടം വിട്ടു പോവണേ, ഇജാബത്ത് തടയപ്പെടുമെന്ന്. ഒരു സഹാബി ഇറങ്ങിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇറങ്ങിപ്പോകുന്ന കൂട്ടുകാരൻ എല്ലാവരും ശ്രദ്ധിച്ചു. പലരും മനസ്സിലാക്കിയത് മുത്തുനബിയുടെ ഈ വാക്ക് കേട്ട് ഇറങ്ങിപ്പോവുകയാവൂല, പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പോവുകയാവുമെന്നാ ധരിച്ചത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, പോയ വ്യക്തി മടങ്ങി വരുന്നത് കാണുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞ് മടങ്ങി വരുന്നത് കണ്ടപ്പോ, നീ എങ്ങോട്ടാ പോയതെന്ന് ചോദ്യമുയർന്നു. മറുപടി വന്നു, ഹബീബായ തങ്ങളെ പറഞ്ഞത് കേട്ടില്ലേ, കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അറഫ വിട്ടു പോവണോ, ഇജാബത്ത് തടയപ്പെടുമെന്ന്. ഞാൻ എൻ്റെ പാപ്പയുടെ ബംഗളുമായി പിണക്കത്തിലായിരുന്നു. ആ പിണക്കം മാറ്റാൻ വേണ്ടി പോയതാണ്. സലാം പറഞ്ഞ് നന്നാകാൻ വേണ്ടി പോയതാണ്. സലാം പറഞ്ഞ് നന്നായതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് മടങ്ങിയതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളോട് ഉണർത്തുന്നത്, പെങ്ങളെ, ഞാനെന്തിനു മിണ്ടാൻ പോവണോ? തെറ്റി എൻ്റെ ഭാഗത്തല്ലല്ലോ, 100 വട്ടം അവരുടെ ഭാഗത്തല്ലേ തെറ്റുള്ളത്. പിന്നെ ഞാൻ മിണ്ടാൻ പോവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഞാനൊന്ന് പറയുന്നു, ഹബീബായ തങ്ങളെ പറഞ്ഞത് വതസിലു മൻ ഖതഅക, ബന്ധം മുറിച്ചവരെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നതാണ്.